ദ ജേർണലിസ്റ്റിലേക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ നിരവധി താരങ്ങളാണ് രാഷ്ട്രീയ ഭാവി കൂമ്പടഞ്ഞ് ഇരുട്ടിലായി പോയത്. 2020 വലിയൊരു താരനിരയെ അവതരിപ്പിച്ചു. അഖിൽ മാരാർ, റോബിൻ രാധാകൃഷ്ണൻ, അഞ്ജലി തുടങ്ങിയവരൊക്കെ ഇവരെല്ലാം 8 നിലയിൽ അതിദയനീയമായി പൊട്ടിയ കാഴ്ച കേരളം ചിരിച്ചുകൊണ്ടാണ് കണ്ടത്. കാരണം NDAയുടെ ബാനറിൽ 2020യുടെ സ്ഥാനാർത്ഥികളായപ്പോഴേക്കും ഈ ലോകം തന്നെ തലകീഴ്മേൽ മറിക്കുന്ന വിധത്തിലുള്ള വലിയ സംഭവങ്ങളായി എന്ന മട്ടിലായിരുന്നു 2020യുടെ പല സ്ഥാനാർത്ഥികളും തിരുമണ്ടത്തരങ്ങളടക്കം എഴുന്നള്ളിച്ച് ചാനലുകൾക്ക് മുന്നിൽ വന്ന് ഷോ ഓഫ് കാണിച്ചത്. അതിലൊക്കെയുള്ളത് ജനങ്ങൾ കൃത്യമായി കൊടുത്തു എന്നതിനാൽ തന്നെ പിന്നെ ഷോയുമായി ഒറ്റയൊരുത്തനും ചാനലുകൾക്ക് മുൻപിലോ സോഷ്യൽ മീഡിയയിലോ വന്നിട്ടില്ല. അവരുടെ രാഷ്ട്രീയ ഭാവി ഏതാണ്ട് തീരുമാനമായി. അതിന് പിറകെ പറയാനുള്ള മറ്റൊരു പേര് PC ജോർജിൻ്റെയാണ്. എന്തൊക്കെയായിരുന്നു അന്ധമായ മുസ്ലിം വിരോധം ആളിക്കത്തിച്ചതിൻ്റെ ശിക്ഷ, ഈ സമൂഹത്തെ വർഗീയമായി ഭിന്നിപ്പിച്ച് കുട്ടിച്ചോറാക്കാൻ നോക്കിയതിൻ്റെ ശിക്ഷ PC ജോർജ് അനുഭവിച്ച് തീരണമെങ്കിൽ ഇനിയും ഒരുപാട് വർഷങ്ങൾ വേണ്ടിവരുമെന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് പൂഞ്ഞാറുകാർ PC ജോർജിനെ എടുത്ത് തോട്ടിലിട്ടത്. കാരണം അത്രയും ദയനീയമായ പരാജയമാണ് PC ജോർജിനുണ്ടായത്. ഫലം വരുന്നതിന് തൊട്ട് മുമ്പ്, മണിക്കൂറുകൾക്ക് മുൻപ് PC ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞത് തനിക്ക് 30,000 വോട്ടിലധികം ഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ്. ഇല്ലെങ്കിൽ 1 കോടി രൂപ തരാം, പന്തയം വെക്കാനുണ്ടോ എന്ന് ചോദിച്ച് സമൂഹത്തെ മുഴുവൻ വെല്ലുവിളിച്ച് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് തൊട്ട് മുമ്പ് വരെ PC ജോർജ് എങ്ങാനും ജയിച്ചു പോകുമോ എന്ന് ജനങ്ങളിൽ ആശ്ചര്യം ഉളവാക്കുന്ന വിധത്തിലുള്ള കോൺഫിഡൻസ് ആയിരുന്നു PC ജോർജിനുണ്ടായിരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ദേ കിടക്കുന്നു തലകറങ്ങി ആശാൻ താഴെ. പൂഞ്ഞാറുകാർ ഒറ്റക്കെട്ടായി പത്തി നോക്കി അടിച്ച് ചുരുട്ടിക്കൂട്ടി വീട്ടിലിട്ടതിൻ്റെ ക്ഷീണം മാറ്റാൻ ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോഴാണ് വീടിൻ്റെ ഉപ്പുറത്ത് വർഗീയവാദിയെ 8 നിലയിൽ പൊട്ടിച്ചേ എന്ന് പറഞ്ഞ് പാട്ടും വെച്ചുകൊണ്ട് UDFകാരുടെ ആഹ്ലാദ പ്രകടനം. ഇതോടുകൂടി പൂഞ്ഞാറാശാൻ വയലൻ്റായി വീടിന് മുന്നിലേക്ക് ആർത്തിരമ്പി എത്തി പാച്ച ചീത്ത വിളിക്കുകയായിരുന്നു ആഹ്ലാദ പ്രകടനം നടത്തുന്നവരെ നോക്കി. ഇതോടുകൂടി PC ജോർജിൻ്റെ ഒക്കെ ഒരു ഫ്രസ്ട്രേഷൻ നമുക്ക് വ്യക്തമായി മനസ്സിലായതാണ്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടും കഴിഞ്ഞു. അതുപോലെ ദാ ഇപ്പോൾ ജയിക്കുമെന്ന് പറഞ്ഞ് BJP കൊട്ടി ആഘോഷിച്ച് കൊണ്ടുവന്ന നിരവധി പേർ, 10-ലധികം പേർ എറിഞ്ഞു തോറ്റിട്ടുണ്ട്. അവരിൽ പലരും വർഗീയത ആളിക്കത്തിച്ചതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങിയതാണ്. ഗുരുവായൂരിൽ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ്റെ ഒക്കെ അവസ്ഥ പറയാതിരിക്കുകയാണ് ഭേദം. അതുപോലെ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് എന്തൊക്കെയായിരുന്നു, അവസാനം അതിദയനീയമായി വീണു. K സുരേന്ദ്രൻ അടക്കമുള്ള നിരവധി പേർ ഇത്തരത്തിൽ വലിയ ഹൈപ്പുണ്ടാക്കി അവസാനം ഒന്നുമല്ലാതെ തെറിച്ച് താഴെ പോയ അവസ്ഥയുമാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് പത്മജ വേണുഗോപാലിൻ്റേത്. തൃശ്ശൂരിൽ പത്മജ വേണുഗോപാൽ മത്സരത്തിന് ഇറങ്ങുമ്പോൾ അതിനൊരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. വ്യക്തിപരമായി പത്മജ വേണുഗോപാലിന് വലിയ തോതിലുള്ള ഒരു പ്രതികാരത്തിൻ്റെ കഥ കൂടി പറയാനുണ്ടായിരുന്നു. താൻ മത്സരിച്ച കാലത്ത്, അതായത് തൃശ്ശൂരിൽ മത്സര രംഗത്ത് ഇറങ്ങിയ തന്നെ കോൺഗ്രസ്സുകാർ ഗ്രൂപ്പിസം കളിച്ച് തോൽപ്പിക്കുകയായിരുന്നുവെന്നും തനിക്ക് മത്സരിച്ച് ജയിക്കാനുള്ള ശക്തിയുണ്ട്, കരുത്തുണ്ട്, തന്നെ ജനങ്ങൾ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് BJP പാളയത്തിലെത്തി കോൺഗ്രസിനെ ചതിച്ച് മത്സര രംഗത്തേക്ക് ഇറങ്ങിയ ആളാണ് പത്മജ വേണുഗോപാൽ. പത്മജ വേണുഗോപാൽ മുമ്പ് സുരേഷ് ഗോപിക്കെതിരെയാണ് മത്സരിച്ചത്. അന്ന് എതിർ സ്ഥാനാർത്ഥിയായിരുന്നു സുരേഷ് ഗോപി. ഇത്തവണ പത്മജ വേണുഗോപാലിന് വേണ്ടി സജീവമായി ക്യാമ്പയിനിൽ ഇറങ്ങി എന്നുള്ളത് ഒരു വലിയ കാഴ്ചയായിരുന്നു. മാധ്യമങ്ങളൊക്കെ വലിയ തോതിൽ വാഴ്ത്തിപ്പാടുകയായിരുന്നു. സുരേഷ് ഗോപി കളത്തിലിറങ്ങി. സുരേഷ് ഗോപിയുടെ തട്ടകമാണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി പത്മജയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ പത്മജയ്ക്കൊരു വലിയ വിജയം സ്വന്തമാക്കാൻ കഴിയും എന്നൊക്കെയായിരുന്നു പല മാധ്യമങ്ങളുടെയും റിപ്പോർട്ടുകൾ. മനോരമയുടേതാണെന്ന് തോന്നുന്നു. എക്സിറ്റ് പോളിൽ തുല്യ പങ്കാളിത്തം, അതായത് LDFൻ്റെയും UDFൻ്റെയും BJPയുടെയും NDAയുടെയും സ്ഥാനാർത്ഥികൾ തമ്മിൽ ഏതാണ്ട് 1-1.5% വ്യത്യാസത്തിൻ്റെ ഫലമായിരിക്കും വരാൻ പോവുക എന്ന നിലയിലൊക്കെ പത്മജയ്ക്ക് വലിയ ഹൈപ്പ് കൊടുത്തുകൊണ്ടായിരുന്നു പല മാധ്യമങ്ങളും സർവേ ഫലങ്ങളും പ്രസിദ്ധീകരിച്ചത്. പക്ഷെ ഫലം വന്നപ്പോൾ സുരേഷ് ഗോപി അടപടലം പൊളിഞ്ഞെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കാരണം സുരേഷ് ഗോപിയാണ് പത്മജ വേണുഗോപാലിൻ്റെ രക്ഷകൻ, അല്ലെങ്കിൽ പത്മജ വേണുഗോപാൽ ജയിക്കും അതിന് കാരണക്കാരൻ സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ, ഒരു MP എന്ന നിലയിൽ തൃശ്ശൂരിലെ ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി പ്രചാരണത്തിന് വന്നതോടെ പത്മജ ജയിക്കുകയാണ്, തൃശ്ശൂരിൽ നിന്നൊരു MP പോലെ തൃശ്ശൂരിൽ നിന്നൊരു MLA വരികയാണ് എന്നൊക്കെയുള്ള വലിയ പ്രചാരണങ്ങൾ BJP കേന്ദ്രങ്ങളിൽ ഉയർന്നു വന്നിരുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചത്? പത്മജ വേണുഗോപാലിൻ്റെ പതനം അത് അതിദയനീയമായിരുന്നു. ആ വോട്ടിങ്ങിൻ്റെ പാറ്റേൺ ഒന്ന് നോക്കുക. രാജൻ ജെ പല്ലൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി, ജയിച്ച സ്ഥാനാർത്ഥി 60,290 വോട്ടുകളാണ് നേടിയത്. അതായത് തൊട്ടടുത്ത സ്ഥാനാർത്ഥിയായ
CPIയുടെ ആലങ്കോട് ലീലാകൃഷ്ണനേക്കാൾ 26,803 വോട്ടിന്റെ വമ്പൻ ഭൂരിപക്ഷത്തിലാണ് രാജൻ ജെ പല്ലൻ ജയിച്ചു കയറിയത്. പത്മജ വേണുഗോപാൽ 3-ാം സ്ഥാനത്താണ്. ആകെ കിട്ടിയ വോട്ട് നോക്കുക 28,662. അതായത് വിജയിച്ച സ്ഥാനാർത്ഥിയേക്കാൾ 31,628 വോട്ടിന്റെ കുറവാണ് പത്മജ വേണുഗോപാലിനുണ്ടായിരിക്കുന്നത്. ഇത് മാത്രമല്ല, മുമ്പത്തെ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിച്ചപ്പോൾ 40,457 വോട്ടുകൾ നേടിയിരുന്നു. അന്ന് പത്മജ വേണുഗോപാൽ നേടിയത്, കോൺഗ്രസിന് വേണ്ടി നേടിയത് 43,317 വോട്ടുകളാണ്. അതായത് സുരേഷ് ഗോപിക്ക് പകരം ഇത്തവണ പത്മജ വേണുഗോപാൽ വന്നപ്പോൾ 11,795 വോട്ടുകളുടെ കുറവ് തൃശ്ശൂരിൽ BJPക്ക് ഉണ്ടായിരിക്കുന്നു. എന്ന് മാത്രമല്ല, പത്മജയ്ക്ക് പകരം അവിടെ രാജൻ പി പല്ലൻ മത്സരിച്ചപ്പോൾ ഏതാണ്ട് 16,000-ലധികം വോട്ട്, പത്മജയേക്കാൾ കൂടുതൽ, കഴിഞ്ഞ തവണ പത്മജ നേടിയതിനേക്കാൾ കൂടുതൽ 16,000-ലധികം വോട്ടുകൾ രാജൻ പി പല്ലൻ തൃശ്ശൂരിൽ നേടുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ നിന്ന് 2 കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാം. ഒന്ന്, സുരേഷ് ഗോപിയുടെ വരവോടെ തൃശ്ശൂര് BJPക്ക് കീഴ്പ്പെട്ടുവെന്നും അല്ലെങ്കിൽ തൃശ്ശൂർ മൊത്തത്തിൽ BJP അങ്ങ് എടുത്തു എന്നുമുള്ള പ്രചാരണങ്ങൾ അത് അടിസ്ഥാനരഹിതമാണ്, അവാസ്തവമാണ്. അങ്ങനെ ഒരു തരംഗവും സുരേഷ് ഗോപി കാരണം തൃശ്ശൂരിൽ BJPക്ക് ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ കാര്യം, പത്മജ വേണുഗോപാലിനെ കോൺഗ്രസ് പ്രവർത്തകർ പിന്നിൽ നിന്ന് കുത്തി ചതിച്ചു എന്ന് പറയുന്നതിൽ ഇനി ഒരടിസ്ഥാനമുണ്ടെന്ന് കരുതാൻ കഴിയില്ല. കാരണം പത്മജയ്ക്ക് പകരം തീപ്പൊരി സ്ഥാനാർത്ഥി വന്നപ്പോൾ കോൺഗ്രസിൻ്റെ മാത്രമല്ല മറ്റ് പാർട്ടിക്കാരുടെ അടക്കം വോട്ടുകൾ അവരിലേക്ക് സമാഹരിക്കാൻ, BJPയുടെ വോട്ടുകൾ കുത്തനെ കുറയ്ക്കാൻ കോൺഗ്രസിൻ്റെ കരുത്തുറ്റൊരു സ്ഥാനാർത്ഥി വന്നപ്പോൾ കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം പത്മജ വേണുഗോപാലിന് വോട്ട് സമാഹരിക്കാനുള്ള കഴിവില്ലാത്തത്, അല്ലെങ്കിൽ പത്മജ വേണുഗോപാലിന് ജനങ്ങൾക്കിടയിൽ വേണ്ടത്ര ജയിക്കാനുള്ള പിന്തുണയില്ലാത്തതായിരുന്നു കഴിഞ്ഞ തവണത്തെ ദയനീയ പതനത്തിന് കാരണം. അതിന് കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും മെക്കിട്ട് കയറിയിട്ട് കാര്യമില്ല എന്ന് ചുരുക്കം. എന്തായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ജയിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം പത്മജ വേണുഗോപാലിന്റെ വരവും അതുവഴി കോൺഗ്രസ് പ്രവർത്തകർ പത്മജ വേണുഗോപാലിനോടുള്ള പിന്തുണയുടെ ഭാഗമായി BJPക്ക് വോട്ട് ചെയ്തതുമൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞുള്ള വലിയ കഥകൾ BJP കേന്ദ്രങ്ങൾ അടിച്ചുവിട്ടിരുന്നു. അതായത് സുരേഷ് ഗോപിയും പത്മജയും ഒരു MP-യും ഒരു MLA-യും തൃശ്ശൂരിൽ നിന്ന് വരുന്നു. അങ്ങനെ തൃശ്ശൂർ പൂർണ്ണമായും BJP അങ്ങ് എടുക്കുന്നു. ഇനി അങ്ങോട്ട് തൃശ്ശൂർ നിറഞ്ഞ് BJPയുടെ താണ്ഡവമാണ്. പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ മത്സരിച്ച് ജയിച്ചാൽ ഒറ്റ കാര്യം ഉറപ്പിച്ചോളൂ, തൃശ്ശൂർ BJPയുടെ കാൽ കീഴിലായിരിക്കുന്നു. അങ്ങനെ വേണം ഇനി കരുതാൻ എന്നൊക്കെ വിചാരിച്ചിരുന്ന, പറഞ്ഞിരുന്ന സംഘപരിവാർ അനുഭാവികൾ അടക്കമുള്ളവർക്ക് ഇടുത്തിയായിട്ടാണ് പത്മജ വേണുഗോപാലിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ 11,000-ലധികം വോട്ടിൻ്റെ കുറവ് അവിടെ തൃശ്ശൂരിൽ BJPക്ക് ഉണ്ടായിരിക്കുന്നു. ഇതിൽ നിന്ന് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ചതിക്കുത്തരം മുറിപ്പത്തൽ എന്ന് നമ്മൾ പറയും, കേട്ടിട്ടുണ്ട്. അതായത് തൃശ്ശൂരിലെ കോൺഗ്രസ് നേതാക്കളെയും കോൺഗ്രസ് അനുഭാവികളെയും കോൺഗ്രസിൻ്റെ പ്രവർത്തകരെയും ഒക്കെ വഞ്ചിച്ചുകൊണ്ട് കോൺഗ്രസ് നല്ല രീതിയിൽ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കോൺഗ്രസിനെയും സഹോദരനെയും ഒക്കെ തള്ളിപ്പറഞ്ഞ് BJPയിലേക്ക് എടുത്തു ചാടി പ്രതീക്ഷിച്ചതുപോലെ ഒരു സീറ്റ് കിട്ടി. തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യം തന്നെയാണ് പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ച്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പത്മജയുടെ പ്രചാരണ പരിപാടികൾക്ക് വരികയും അത് പത്മജയ്ക്ക് വലിയ അഭിമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമായി മാറുകയും ചെയ്തിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും ജനഹൃദയങ്ങളിൽ ചേക്കേറാൻ പത്മജയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന ഫലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ചതിക്കുത്തരം മുറിപ്പത്തൽ എന്ന് പറയുന്നത് പോലെ പത്മജ സ്ഥാനാർത്ഥിയായതോടെ കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി, കോൺഗ്രസിനോട് ഒപ്പം നിൽക്കുന്ന, കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ജനങ്ങൾ ഒറ്റക്കെട്ടായി പത്മജയ്ക്കെതിരെ തിരിയുകയും അത് കൃത്യമായി തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുകയും ചെയ്തു. അതായത് പത്മജയുടെ ചതിക്കുള്ള മറുപടി കോൺഗ്രസ് കൃത്യമായി തൃശ്ശൂരിൽ കൊടുത്ത് മധുര പ്രതികാരം വീട്ടിയിരിക്കുന്നു എന്നു തന്നെ പറയാം. ഇതിലൂടെ 3G ആകുന്നത് സുരേഷ് ഗോപി കൂടിയാണ്. സുരേഷ് ഗോപി തൃശ്ശൂർ പിടിച്ചെടുത്തു, സുരേഷ് ഗോപിയോടെ വരവോടെ തൃശ്ശൂരിൽ വലിയ BJP തരംഗമെന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ തവണത്തെ വോട്ടിൻ്റെ 7 അയലത്തെത്താൻ പോലും BJPക്ക് തൃശ്ശൂരിൽ കഴിഞ്ഞിട്ടില്ല. ഇതും BJPക്ക് ഒരു പാഠമാണ്. എന്ന് മാത്രമല്ല, സുരേഷ് ഗോപിക്ക് ജനപിന്തുണ വലിയ തോതിൽ കുറയുന്നുണ്ട്, BJPക്ക് തൃശ്ശൂരിൽ ഗ്രിപ്പ് വല്ലാതെ നഷ്ടപ്പെടുന്നുണ്ട് എന്നതിൻ്റെ കൂടി അടയാളമായി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണാൻ സാധിക്കും. തൃശ്ശൂരിന് ഒരു കേന്ദ്രമന്ത്രി വരുന്നു, തൃശ്ശൂരിനെ സ്വർഗ്ഗഭൂമിയാക്കുന്നു, തൃശ്ശൂരിൽ കേന്ദ്ര പദ്ധതികൾ ഒഴുകുന്നു, ഇങ്ങനെയുള്ള പല 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 തള്ളുകളും BJP തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജനങ്ങൾക്ക് നൽകിയിരുന്നു. പക്ഷേ സുരേഷ് ഗോപി വന്നതിന് ശേഷം ബജറ്റുകളിൽ സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ കണ്ടു. പാർലമെന്റിൽ സുരേഷ് ഗോപി എന്തൊക്കെയാണ് കാണിച്ചത് എന്ന് നമ്മൾ കണ്ടു. തൃശ്ശൂരിന് വേണ്ടി, കേരളത്തിന് വേണ്ടി സുരേഷ് ഗോപി വഴി എന്തെങ്കിലും പദ്ധതികൾ വന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് കാര്യമായൊന്നും ഉയർത്തിക്കാണിക്കാൻ കഴിയാത്ത BJPയുടെ ദയനീയ സാഹചര്യവും ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നു തന്നെ വേണം കരുതാൻ.